അപ്പൊ എപ്പോഴും ദൃഷ്ടി ഉയരത്തിലേക്ക് മേഘം നോക്കി നിൽക്കണം. മേഘം പൊങ്ങുമ്പോ കൂടാരത്തിന്റെ കുത്തി ഊരണം. അപ്പൊ ഈ വെള്ളിച്ചോവിടില്ലെങ്കിൽ വെള്ളി വീണ്ടെടുപ്പാ. വെള്ളിച്ചോവിടില്ലാതെ മണ്ണിനകത്താ നിർത്തുന്നെങ്കിൽ വേരോടും. വേരോടിക്കഴിഞ്ഞാൽ പിന്നെ മേഘം പൊങ്ങുമ്പം പിടിച്ചു വലിച്ചാലൊന്നും പോരുകയില്ല. പിടിച്ചു വലിച്ച് എത്ര പാട്ട് പാടിയാലാ ചില വേര് പൊട്ടുന്നേ അല്ലേ? നിങ്ങൾ ചില സംഗീത ശുശ്രൂഷ എല്ലാവരുടെയും അല്ല, ചിലരുടെ ശ്രദ്ധിച്ചേ. ഒരു പാട്ട് പാടി അന്നേ അത് അതിന്റെ കൂടെ ആ ട്യൂണിൽ തന്നെ വേറെ പാട്ട് പാടി 5-6 പാട്ട്, എന്നിട്ട് വേര് വല്ലതും പറയുന്നുണ്ടോ? ഞാൻ ഒരു സ്ഥലത്ത് പോയി ശുശ്രൂഷയിൽ അവിടെ ആരാധനയെ സംബന്ധിച്ചു. സംഗീത ശുശ്രൂഷകാര് ഇപ്പൊ ഈ കോറസുകൾ അങ്ങനെ എന്തുവാ കോറസ് 34 എണ്ണം ഞാൻ എണ്ണി, ബാക്കി തെറ്റിപ്പോയി. എന്നിട്ട് ഒറ്റ തന്നെ പേര് പറയുന്നില്ല. എന്നിട്ടും അവൻ നിന്ന് പറയാ ശക്തിയോടെ പോരാ ഒരിക്കൽ 34 എണ്ണം കഴിഞ്ഞിട്ട്. കാരണം ജഡത്തിൽ ഇറങ്ങിയിരിക്കുക വേറെ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും ഇവർ തമ്മിൽ വിരോധം ആ ഭാഗത്ത് വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്തിനേറെ അമാലേക്കിൽ എബ്രഹീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. രൂപനാണ് മനോനിർണയത്തിൽ കണക്ക് കൂട്ടിയ ഇവ യോഗത്തിന് പോകും. ആശേർ സമുദ്ര തീരത്ത് അനങ്ങാതിരുന്നു. യോഗത്തിന് വരും, അനങ്ങുകയല്ല, ഒറ്റ യോഗം വിടുകയല്ല. ചില സഭയിലൊക്കെ ചെന്ന് കണ്ടേ ഫിക്സഡ് കസാരയാ, അത് പുള്ളിയുടെ കസാരയാ. ചിലർ കുശിയം വരെ കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ എതിർക്കുന്നില്ല. നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കുശിയനിട്ടോ, ഞാൻ അതിനെതിരും അല്ല. ചിലർക്ക് കാല് പൊക്കി വെക്കാൻ അതിന് ഞാനെതിരെ. കാല് നീരുള്ളവരും ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതും ഞാനെതിരല്ല. പക്ഷെ അനങ്ങാതിരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചില മെയിൻ സഭകളിലൊക്കെ ചെന്ന് ഫിക്സഡ് കസേരയാ. അവര് വന്നില്ലെങ്കിൽ ജീവന് കൊതിയുള്ള ഒറ്റ ഒരുത്തൻ അത് കയറി ഇരിക്കുകയല്ല. ഇതാ അത് മറിയാമ്മാമയുടെ കസാര, ഇതോ അത് പെണ്ണമ്മാമയുടെ കസാര, ഇത് അത് ചിന്നമാമ. ചിന്നമ്മ പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നത്. സ്തോത്രം. ഇത് ബേബിച്ചായന്റെ കസാര, അത് പാപ്പച്ചായന്റെ കസാര. ഈ അച്ചായന്മാരാരേലും ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സകല യോഗത്തിനും വരും, അനങ്ങുകയല്ല. ആശേർ സമുദ്ര തീരത്ത് അനങ്ങാതിരുന്ന ഇവനെ പറ്റിയുള്ള പ്രവചനമൊക്കെ നിന്റെ ആകാരം പുഷ്ടിയുള്ളതെന്ന. നീ രാജകീയ സാരഭോജനം കൊടുക്കുമെന്ന ഉൽപ്പത്തി 49:20 വായിച്ചേ. ആശേറിനെ പറ്റി പറഞ്ഞേക്കുന്ന പ്രവചനം അണ്ട് ആ ഉൽപ്പത്തി പുസ്തകം ഇങ്ങോട്ട് താള് മറിക്കുമ്പോ ഏറ്റവും മേളിലുണ്ട്, വലത്തുവശത്ത് മേളിൽ. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സാധുഭോജനം നൽകുമെന്ന പ്രവചനമൊക്കെ വലിയ നിയമമാ. ആശേരോ നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സാധുഭോജനം നൽകും. പക്ഷെ ഇവിടെ വായിക്കുന്നത് അനങ്ങാതിരിക്കുന്ന. ആശേര് സമുദ്ര തീരത്ത് അനങ്ങാതിരുന്നു. പിന്നെ ആ തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഷിപ്പ്യാർഡില. പിന്നെ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനൻ നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ ആരാധനയിൽ എല്ലാവരും സംബന്ധിച്ചില്ല, ചെന്നവര് ശരിയായില്ല. വേറൊരു വാക്കുണ്ട്, ഇന്നാണ് ഞാൻ സൂചിപ്പിച്ചതാ, മിക്കവരും വളഞ്ഞ വഴിയിൽ കൂടാ നടക്കുന്നത്. ആ 5-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ജനം വളഞ്ഞ വഴിയിൽ കൂടെ പോയെന്നൊരു വാക്യമുണ്ട്, വായിച്ചേ. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. അപ്പൊ ഈ വളഞ്ഞ വഴി നൂതനദേവന്മാരെ വരിച്ചു, അനങ്ങാതിരുന്നു, കണക്ക് കൂട്ടി. ഇങ്ങനൊക്കെ ഇവര് ദൈവത്തെ ആരാധിക്കാതെ പോയി. എന്നാൽ 2 ഗ്രൂപ്പുകാര് അവൻ ഇതൊന്നും നോക്കിയില്ല. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കട മേളുകളിൽ തന്നെ. സെബുലൂനും നഫ്താലിയും തീരുമാനിച്ചു, മരിക്കേണ്ടി വന്നാലും അവൻ ദൈവത്തെ ആരാധിക്കും, മരിക്കേണ്ടി വന്നാലും ഈ പോർക്കളത്തിൽ നിൽക്കും. ഞാന് പാസ്റ്റർമാരോടെല്ലാം പറയാം, കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാ, നിങ്ങളെല്ലാവരും സഭാഗോള് തുറക്കണം. സഭാഗോള് തുറക്കണം. തുറന്ന് 2 പേരെ ഉള്ളെങ്കിൽ ഇവിടുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കണം. ഗവൺമെന്റ് അനുവദിച്ചല്ലോ, അവരുടെ ഭാഗം ക്ലിയർ ആക്കി. പിന്നെ ഈ അവിടെ കുഴപ്പമില്ല.
മിക്ക സഭയിലും തുടങ്ങാത്ത കുറെ കമ്മിറ്റിക്കാരുണ്ട്. എവരാ ഇത് അനുവദിക്കാത്തത്? ചില ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്ക് സഭാഗോള് തുറന്ന് ഇതുപോലെ ദൈവത്തെ ആരാധിച്ചാ കൊള്ളാന്നുണ്ട്. ചില കുണം പിടിക്കാത്തവന്മാര് സഭയ്ക്കകത്തുണ്ട്. അത് ചില സഭയിൽ പ്രായമുള്ള ചിലതുണ്ട്. ഇവര് കമ്മിറ്റിയിലും ഒക്കെ അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ മേലാത്തതിന് ഞങ്ങൾ വരുന്നില്ല, നീയും കൂടണ്ട. ചാകാറായല്ലോ. നിങ്ങളോർക്ക് നിങ്ങളോടാണ്, നിങ്ങൾക്കുള്ള ദൂതല്ല, അത് വേറെ ആൾക്കാരെ ഏറ്റെടുത്തോളും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട. മനസ്സിലായോ? അനേക ദൈവദാസന്മാർക്ക് സഭാഗോള് തുറന്ന് ദൈവകുഞ്ഞുങ്ങൾക്കും ആരാധിച്ചാ കൊള്ളാന്നുണ്ട്. ചില സഭകളിൽ ഗുണം പിടിക്കാത്ത കുറെ സമ്മതിക്കുകയല്ല. ഇനി മറുവശമുണ്ട്, പാസ്റ്റർമാരിലും ചിലർക്ക് ഇപ്പൊ താല്പര്യമൊന്നുമില്ല. സൂമ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചിലത് മെയിൻ സഭകളൊക്കെ ശമ്പളമാ പാസ്റ്റർക്ക്. യോഗം നടത്തിയാലും നടത്തില്ലേലും അക്കൗണ്ടിൽ വന്ന് എന്നതിന്. മനസ്സിലായോ? ഞാൻ സ്നേഹത്തിൽ പറയുകയാണ്, കരുണയോടെ പറയുകയാണ്, ദൈവസ്നേഹത്തെ പറയാ. സഭാഗോളുകൾ തുറക്ക. രണ്ടുപേരെ ഉള്ളെങ്കിലും അവരുമായി ദൈവത്തെ ആരാധിക്കുക. ഗവൺമെന്റ് അനുവദിച്ചില്ലയോ? നീ ആരാധിച്ചങ്ങ് ചാകുകയാണെ അതിന് അന്തസ്സുണ്ടല്ലോ, ഇല്ലേ? പുള്ളി എങ്ങനെ മരിച്ചത്? ഓ, അവര് ആരാധിച്ച് അക്കരെ നാട്ടിൽ പോകും, ആമോദിച്ച് അങ്ങനെ അങ്ങോട്ട് പാട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാൻ മേലെ. അയ്യോ, ഞാൻ കേട്ടതാ, ആരുടെയാണെന്നൊന്നും അറിയാൻ മേലെ. ആരാധിച്ച് അക്കരെ നാട്ടിൽ പോകും, പിന്നെ ആമോദിച്ച് അക്കരെ കളിച്ചിരിക്കുക. അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇക്കരെ നാട്ടിൽ നിൽക്കുക. എന്നതാണോ? എല്ലാം അക്കരെ. എന്റെ അഭിപ്രായം പറയാ, ആരാധിച്ച് നീ അങ്ങ് മരിക്കുകയാണെ നല്ലതല്ലേ? ഞങ്ങളുടെ ആലപ്പുഴയിലെ അല്ലൈ സാറിന്റെ അമ്മ മാസയോഗം നടത്താൻ നേരത്ത് പറഞ്ഞു, അമ്മച്ചി വരണ്ടെന്ന്. പിള്ളേരും എല്ലാം പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു. മാസയോഗം നടന്നുകൊണ്ടിരിക്കുക. പിള്ളേരുടെ നിരക്കായിരിക്കുന്ന മുഴങ്കാലെ ചട്ടയും കൊണ്ടുപോവാ. മുഴങ്കാലിരുന്ന് ആത്മാവില്, രണ്ടാമത്തെ പാട്ടാന്ന് തോന്നുന്നു, ആത്മാവിലായി പ്രാർത്ഥിച്ച് ആത്മാവിലായി ഇരിക്കുക. ആത്മാവിലായി പുറകോട്ട് വീണ് മരിക്കുകയായിരുന്നു. ആ തള്ള ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുകയായിരുന്നല്ലോ. അവരെല്ലാം മാസയോഗത്തിനും പോലും വെള്ളം കൊടുക്കാനും ആരും കാണുകയില്ല, പ്രാർത്ഥിക്കാനും ആരും കാണുകയില്ല. പരുവക്കാടായി കിടന്നേനെ. പക്ഷേ ദൈവജനം ഒന്നിച്ച് ആരാധിച്ചപ്പോൾ അമ്മയെ ആരാധിച്ചു. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പുറകോട്ട് വീണ് മരിച്ചു. വെള്ളവും കൊടുത്തു. എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കും. നല്ല അന്ത്യം. പ്രാർത്ഥിച്ചങ്ങ് ചാകുകയാണ്, ചാകട്ടെ. ആരാധിച്ചാൽ നിന്റെ ജീവൻ പോകുന്ന നല്ലതിൽ ഏറ്റവും ശ്രേഷ്ഠം. സ്തോത്രം. കോവിഡാ എല്ലാ കാര്യത്തിനും പോകുന്നുണ്ടല്ലോ. കോവിഡ് ആരാധനയ്ക്ക് മാത്രമല്ല, കോവിഡ്. പാസ്റ്റേ ഒരു 25,000 രൂപ ഇന്നെടുത്ത് തരും. കോവിഡാ, പോകണ്ട. അയ്യോ ഇല്ലല്ലോ, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാന്ന് പറയും. പോകാതിരിക്കുമോ? അമ്മാമ 2 കോഴിയെ കൊടുക്കുന്ന വാർഡ് തലത്തില് ഇലക്ഷനൊക്കെ വരികയില്ലേ, ഒരു പൂവനും ഒരു പെടയും വേണോ? അയ്യോ, പിന്നെ എവിടാ കൊടുക്കുന്നത്? നാളെ എപ്പോഴാ? നാളെയാണാ പറഞ്ഞ. ഞാൻ വെളുപ്പിനെ പൊക്കോളാം. ഒരു പൂവനും പെടയും കിട്ടാൻ നീ വെളുപ്പിനെ അവിടെ പോയി നിൽക്കുക. അവിടെ ചെന്നപ്പോ ഇതുപോലെ 19 പെണ്ണുങ്ങള്. അതിനൊരു വിഷയവും ദൈവത്തെ ആരാധിക്കുന്നതാണോ വിഷയം? ഗവൺമെന്റ് പറഞ്ഞ നിയമം അനുസരിച്ച് നമുക്ക് ആരാധിക്കരുതോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് സഭകളോടും പറയാം, അത് എല്ലായിടത്തും സഭാഗോള് തുറക്കണം. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ യേശു വരാറായി. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകരുത്. നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവന്റെ അടിപ്പുണരുകളാൽ സൗഖ്യം വരിക. കോവിഡ് വന്നവർക്ക് യേശു സൗഖ്യമാക്കും. അവൻ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവരെ ദൈവം പിടിപ്പിക്കും. വന്നവരെ യേശു സൗഖ്യമാക്കും. ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. അവിടുത്തെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്ന് വരിക. നിരാശപ്പെട്ടു പോകരുത്. ഇപ്പൊ അങ്ങ് സംശയമാ. എന്നാന്നറിയാമല്ല, തൊണ്ടയ്ക്കൊരു കരകരപ്പ്. രാവിലെ 3 ചുമച്ചു. കോവിഡാന്ന എന്നാ ഒരു മൂക്ക് വാലിച്ച. അത് പണ്ടേ ഒലിപ്പിച്ച് നടക്കുകയായിരുന്നില്ല. പിന്നെ കോവിഡാണ് എത്ര വിചാരം. മൂക്ക് വാലിച്ച. സ്തോത്രം. എന്നാന്നോ രാത്രി മുതൽ ഒരു ശ്വാസം മുട്ടല്. കൊക്കറ്റം തിന്നേച്ച് കിടന്നപ്പോ ഓർക്കണമായിരുന്നു.
അവസാനം വന്ന 3 പഴം അതും അങ്ങ് തന്നു. പിന്നെ അങ്ങനെ ശ്വാസം മുട്ടാതിരിക്കും? കോവിഡൊന്നും അല്ലെന്ന്. പിന്നെ ഈ ചിന്ത ഇങ്ങനെ കയറിയാൽ നിന്നെ കുഴയ്ക്കും. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്ന വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ചുമച്ചാണ് കോവിഡ, ശ്വാസം മുട്ട കോവിഡില്ല. 2018 നീ ജനലെ പിടിച്ചല്ലേ വലിച്ചേ? അന്ന് കോവിഡായിരുന്നോ? ജനലിന്റെ കമ്പിയെ പിടി, അന്ന് കോവിഡില്ലായിരുന്നല്ലോ. കോവിഡ് ഇപ്പം എത്ര നാളായി വന്നിട്ട്? ചിന്ത ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെയും പിടിച്ചെടുക്കണം. നിനക്കൊരു ദോഷവും വരികയില്ല, നിന്റെ കുടുംബത്തിനൊരു ദോഷവും വരികയില്ല, നിന്റെ സന്തതിക്കൊരു ദോഷവും വരികയില്ല. അവൻ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽ നിരാശയോടെ ഭാരത്തോടെ വേദനയോടെ വന്നെങ്കിൽ അങ്ങനെ തിരിച്ചു പോകരുത്. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ.